കനത്ത മഴയും രോഗബാധയും കാരണം പ്രതിസന്ധിയിലായി വയനാട്ടിലെ ഇഞ്ചി കർഷകർ. ജില്ലയിൽ 211 ഹെക്ടർ സ്ഥലത്തെ ഇഞ്ചി കൃഷി രോഗം ബാധിച്ച് നശിച്ചതായാണ് കൃഷി വകുപ്പിന്റെ ഔദ്യോഗിക കണക്കിൽ പറയുന്നത്. മെയ് 24 മുതൽ തുടങ്ങിയ മഴയാണ് ഏതാണ്ട് 100 ദിവസത്തോളം നിർത്താതെ പെയ്തു. വയനാട്ടിലെ കാർഷിക മേഖലയെ ഈ തോരാപ്പെയ്ത്ത സാരമായി ബാധിച്ചു. അതിൽ തന്നെ ഏറ്റവും നഷ്ടം നേരിട്ടത് ഇഞ്ചി കർഷകർക്കാണ്. ജില്ലയിലെ 90% ഇഞ്ചി കൃഷി കേടുവന്ന നശിച്ചതായാണ് അനൗദ്യോഗിക കണക്ക്. പൈറിക്കുലേറിയ ഫംഗസ് രോഗമാണ് ഇഞ്ചി കൃഷിക്ക് തിരിച്ചടിയായത്. ആദ്യഘട്ടത്തിൽ ചില മേഖലകളിൽ മാത്രം കാണപ്പെട്ട രോഗം വളരെ പെട്ടെന്നാണ് വ്യാപിച്ചത്. 100 ദിവസത്തിലധികം നീണ്ടുനിന്ന മഴ രോഗവ്യാപനത്തിന് ആക്കം കൂട്ടി. തുടർച്ചയായി പെയ്ത മഴ കാരണം കൃഷിവകുപ്പ് നിർദ്ദേശിച്ച മരുന്നുകൾ പ്രയോഗിക്കാൻ പോലും കർഷകർക്ക് കഴിഞ്ഞില്ല. ഈ 5 ഏക്കർ കൃഷി ഞങ്ങൾ 1.5 ലക്ഷത്തോളം രൂപയാണ് ഇപ്പോൾ മരുന്നടിക്കുന്നതിന് വേണ്ടി മാത്രം. 10 ദിവസം കൂടുമ്പോൾ മരുന്നടിക്കുക. ഈ മരുന്നടിക്കാൻ തന്നെ വർഷം വല്ലാത്ത രീതിയിൽ ഈ വർഷം മഴ തുടർച്ചയായി പെയ്തതുകൊണ്ട് ഈ മരുന്നടിച്ചാൽ നിൽക്കില്ല. ഇതിൻ്റെ ഈർപ്പമാണ് ഈ രോഗാണു കൂടാനുണ്ടായ കാരണവും. കാലവർഷം വലിയ നഷ്ടമാണ് കർഷകരെ സംബന്ധിച്ചുണ്ടാക്കിയിട്ടുള്ളത്. കർണാടകയിൽ ഇഞ്ചി കൃഷി ചെയ്തിരുന്ന പലരും തുടർച്ചയായ നഷ്ടവും ഭാരിച്ച ചെലവും കാരണം ഈ വർഷം വയനാട്ടിൽ തന്നെയാണ് ഇഞ്ചി നട്ടത്. ഭൂമി പാട്ടത്തിനെടുത്തും ബാങ്ക് ലോൺ എടുത്തും ഇഞ്ചി നട്ട കർഷകരെ മഴയും രോഗബാധയും കണ്ണീരിലാഴ്ത്തി. പിന്നെ അതിൽ കുറച്ചുകൂടി സഹായമായിട്ട് വന്ന് ഞങ്ങൾ കൃഷി ഓഫീസറും കൃഷിഭവനിൽ നിന്നൊക്കെ ആളുകളൊക്കെ വന്നു ഞങ്ങൾക്ക് മരുന്നും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെങ്കിലും കൂടിയിട്ട് നിരന്തരം മഴ നിൽക്കാതെ പെയ്യുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഈ മരുന്ന് കൊടുത്ത് നിർത്താൻ കഴിയാതെ വരികയും വലിയ നഷ്ടത്തിലേക്ക് പോവുകയും ചെയ്തു. കഴിഞ്ഞ കൊല്ലം കർണാടകയിൽ വലിയ നഷ്ടം, ഇക്കൊല്ലം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ചും കൂടി മാറ്റം ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. ഈ വർഷവും വലിയ നഷ്ടത്തിലേക്കാണ് ഞങ്ങളെ കൃഷി പോകുന്നത്. അടുത്ത കൊല്ലം കൃഷി ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല ഇങ്ങനെയാണെങ്കിൽ. 211 ഹെക്ടർ സ്ഥലത്തെ ഇഞ്ചി കൃഷിക്ക് രോഗബാധയുണ്ടായതായാണ് കൃഷി വകുപ്പിന്റെ കണക്ക്. 90%-ലധികം കൃഷി നശിച്ചതായി കർഷകരും പറയുന്നു. മാതൃഭൂമി ന്യൂസ്, വയനാട്.